ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട ഞാൻ കേട്ടില്ല. അല്ല, അപ്പൊ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? എന്തോ നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ബി കെയർഫുൾ, ബി കെയർഫുൾ. ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? ഏതാ ചാനല്? ബെസ്റ്റ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഏതാ? സൗകര്യമല്ല പറയാൻ. സാറേ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാലും താൻ തന്റെ പണിയൊക്കെ പോടും. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானு. പിന്നെ വേണ്ടാട്ടാ, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയി. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സുരേഷ് ഗോപി എൻ്റെ പിന്നെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഇരുപ്പങ്ങനാ വെരി ക്ലോസ്. ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇവിടെ വെച്ച് നിർത്തിക്കോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കും. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നേ. ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല. പോവാ. അങ്ങനെ പോവല്ലേ.